സിഹർ എന്ന് പറഞ്ഞാൽ മാരണം എന്നാണ് അർത്ഥം. ഞാൻ അതിന്റെ പേര് മാത്രം പറഞ്ഞാൽ ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. എന്താണ് മാരണമെന്ന് പറഞ്ഞാൽ? മാരണമെന്ന് പറഞ്ഞാൽ ഒരാൾ പറയാം, ഉസ്താദേ അസുഖം വല്ലാതെ കൂടിയിട്ടുണ്ട്, എന്താണെന്നറിയില്ല, ജിന്നിന്റെ കുഴപ്പമാ തോന്നുന്നു, പ്രശ്നം എന്തോ ഉണ്ട്. അപ്പൊ ഉസ്താദ് പറയാം, നീ ഒരു കാര്യം ചെയ്യ്, ഇതാ ഒരു ഏട്, അതിന്റെ മേലെ കുറെ കുറിയുണ്ട്, അതിന്റെ മേലെ കുറെ വരണ്ട്. അറബി അറിയുന്ന വല്ലവരും വായിച്ചു കഴിഞ്ഞാൽ പദങ്ങളൊന്നും മനസ്സിലാവില്ല. ഒരു സ്ഥലത്ത് മൂലക്ക് ജിബ്രീൽ ഉണ്ട്, വേറെ സ്ഥലത്ത് മീകായിൽ ഉണ്ട്, നടുവിൽ കുറെ കുറിവരയുണ്ട്. ആൾക്കാർ ഈ ജ്യോതിഷന്മാര് ജാതകം നോക്കാൻ വന്നാൽ കൊണ്ടുവരുന്നത് പോലെ കുറെ കള്ളികളും വരകളും ഉണ്ട്. ഈ വരയും കള്ളിയും ഒക്കെ വരച്ച് അതിന്റെ മൂലക്കലും നടുവിലൊക്കെ പല പേരുകൾ, അറബിയിൽ കുറെ അക്ഷരങ്ങൾ. ചില വീട്ടിൽ കയറിയാൽ കാണാം, വീട്ടിന്റെ മുൻപ് തന്നെ കാണാം ഒരു തളിക. ആ തളികയിൽ എന്താ കുറെ കുത്തുണ്ട്, കുറെ വരയുണ്ട്, കുറെ കുറികളുണ്ട്. ഇതിനൊക്കെ അർത്ഥം എന്താ? കൊടുത്തോന്നും അറിയില്ല, ചെയ്തോന്നും അറിയില്ല. ഇതാണ് സിഹർ എന്ന് പറഞ്ഞാൽ. ഇതാണ് സിഹർ, ഇതാണ് മാരണം എന്ന് പറയുന്നത്. ചില ഹോട്ടലിൽ കയറിയാൽ കാണാം, ഹോട്ടലിന്റെ മുൻപ് തന്നെ ഒരു തകിടിന്റെ ഫലം വെച്ചിട്ടുണ്ടാവും. എന്തിനാത്? കണ്ണീറിട്ടായിരിക്കാനാണ്, ഉപദ്രവം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി. മുന്നിൽ തന്നെ വേറെ ഒരു ഹോട്ടലുകാരനുണ്ട്. അവന്റെ കച്ചവടം കൂടുന്നത് കാണുമ്പോ ഇവൻ ചെല്ലാണ് ഏതെങ്കിലും ഒരു മാരണക്കാരന്റെ അരികിൽ ചെന്ന് ഓരോ കച്ചവടം കുറക്കണം. എന്താ പനി ചെയ്യണ്ടേ? ഇതാ 2 വെള്ളരിക്കണ്ട്, അതിൽ 3 വരയുണ്ട്, കുറിയുണ്ട്, തേങ്ങന്റെ മേലെ കുറെ എഴുതിയിട്ടുണ്ട്. ഇത് അവന്റെ കടയുടെ മൂലയിൽ കൊണ്ടുപോയി കുഴിച്ചിടുക. ഇതാണ് സിഹർ. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന തനിച്ച കുഫ്റാണ്. അത് ചെയ്താൽ മുസ്ലിമല്ല. അവന്റെ കുടുംബത്തിലെ ബറക്കത്തുകൾ അതോടുകൂടി അവസാനിക്കുന്നതാണ്.